നമസ്കാരം. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പഴക്കമുള്ളതാണ്. വ്യാപാരം, സംസ്കാരം, ഊർജം, ജിയോ പൊളിറ്റിക്സ് എന്നീ മേഖലകളിൽ ഈ ബന്ധം പ്രധാനമാണ്. പുരാതന കാലത്ത് പേർഷ്യൻ സാമ്രാജ്യവും ഇന്ത്യൻ ഉപഭൂഖണ്ഡവും തമ്മിൽ വ്യാപാരവും സാംസ്കാരിക ഇടപെടലും ഉണ്ടായിരുന്നു. മുഗൾ കാലത്ത് പേർഷ്യൻ ഭാഷയും സംസ്കാരവും ഇന്ത്യയിൽ ശക്തമായി ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇറാൻ ഇന്ത്യക്ക് പ്രധാനമായ ഒരു എണ്ണ വിതരണക്കാരനായിരുന്നു. ഇന്ത്യക്ക് ഇറാനിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് മുൻകാലത്ത് നിർണായകമായിരുന്നു. ഇറാനിലെ തന്ത്രപ്രധാനമായ ചാബഹാർ പോർട്ട് ഇന്ത്യക്ക് വളരെ തന്ത്രപ്രധാനമാണ്. ഈ തുറമുഖം ഇന്ത്യക്ക് പാകിസ്ഥാനെ ഒഴിവാക്കി അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യ ഏഷ്യയിലേക്കും വ്യാപാര മാർഗം നൽകുകയാണ്. ഇറാനെതിരായ അമേരിക്കൻ ഉപരോധങ്ങൾ ഇന്ത്യ ഇറാൻ വ്യാപാരത്തെ ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ അമേരിക്കയുമായും ഗൾഫ് രാജ്യങ്ങളുമായുമുള്ള ബന്ധങ്ങൾ പരിഗണിച്ച് ഇന്ത്യ ഒരു സമതുലിത നയമാണ് പിന്തുടരുന്നത്. ഇന്ത്യ ഇറാൻ ബന്ധം ചരിത്രപരവും തന്ത്രപരവുമായും സാമ്പത്തികപരവുമായും പ്രാധാന്യമുള്ളതാണ്. എന്നാൽ അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ ബന്ധത്തെ നേരിട്ട് ബാധിക്കുകയാണ്. അപ്പോഴാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ അഗ്നിപർവ്വതമായിരുന്ന അയത്തുള്ള അലി ഖമീനിയുടെ മരണം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇറാന്റെ US വിരുദ്ധ നിലപാടിന്റെ ശില്പിയും ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അലി ഖമീനി കൊല്ലപ്പെട്ടതായി ഇറാൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇറാനിലെ തന്റെ വാർത്താ ഏജൻസികൾ സമ്മതിച്ചിരിക്കുകയാണ്. അമേരിക്കയെ വലിയ പിശാചെന്നും ഇസ്രയേലിനെ ചെറിയ പിശാചെന്നും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ വിളിച്ച ഖമീനിയെ കൊല്ലാനായിരുന്നു അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. ഖമീനിയുടെ മകളും മരുമകനും പേരക്കുട്ടിയും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഇറാനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ ഇപ്പോൾ ഒന്നും പ്രതികരിക്കാനുള്ള ഒരു ശ്രമത്തിലല്ല. ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഭാരതീയരെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നതാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ലക്ഷ്യം. വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഫ്രാൻസ്, തസീം എന്നീ ഇറാൻ വാർത്താ ഏജൻസികളാണ് ഖമീനി കൊല്ലപ്പെട്ടതായുള്ള വിവരം സ്ഥിരീകരിച്ചത്. ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖമീനിയുടെ മരുമകനും മരുമകളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും ഇറാൻ മാധ്യമങ്ങളും ഇതോടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ ഖുറാൻ പാരായണങ്ങൾ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ 40 ദിവസത്തെ പൊതു ദുഃഖാചരണവും 7 ദിവസത്തെ ദേശീയ അവധിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇറാനിയൻ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ടെഹ്റാനിലെയും മറ്റ് തന്ത്രപ്രധാന സ്ഥലങ്ങളിലെയും പ്രധാന സൈനിക സർക്കാർ സ്ഥാപനങ്ങൾ ലക്ഷ്യമിട്ട് US ഇസ്രയേൽ സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിനിടെയാണ് ഖമീനി കൊല്ലപ്പെട്ടത്. സുപ്രീം നേതാവിന്റെ ഓഫീസ് സമുച്ചയമായ ബെയ്ത് ഇ റഹ്ബാരിയിലാണ് ആക്രമണങ്ങൾ ഉണ്ടായതെന്നാണ് റിപ്പോർട്ടിലുള്ളത്. അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. സൈനിക നടപടി ഈ ആഴ്ച മുഴുവൻ അല്ലെങ്കിൽ ആവശ്യമുള്ളിടത്തോളം ഈ സൈനിക നടപടി തുടരുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതായത് യുദ്ധം ഉടനെ അവസാനിക്കാനുള്ള സാധ്യതയില്ല. ഇറാനിയൻ ജനതയ്ക്ക് അവരുടെ രാജ്യം തിരിച്ചുപിടിക്കാനുള്ള ഏറ്റവും വലിയ അവസരം ഈ സംഭവ വികാസമാണെന്ന് ട്രംപ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ്. ടെഹ്റാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾക്കിടയിൽ സമീപ മാസങ്ങളിൽ ഇറാനിയൻ ലക്ഷ്യങ്ങൾക്ക് നേരെയുള്ള രണ്ടാമത്തെ നേരിട്ടുള്ള US ആക്രമണമാണ് ഇപ്പോൾ നടന്നത്. 3 പതിറ്റാണ്ടിലേറെയായി ഇറാന്റെ സൈനിക, നീതിന്യായ, വിദേശ നയങ്ങളിൽ അത്യന്തിക അധികാരം വഹിച്ചിരുന്ന ഖമീനിയുടെ കൊലപാതകം പരസ്യമായി നിയുക്തമായ ഒരു പിൻഗാമിയുടെ അഭാവത്തിൽ ഒരു പ്രധാന നേതൃശൂന്യതയ്ക്ക് കാരണമാകുമെന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. മേഖലയിലെ ഇസ്രയേലിനും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ മിസൈലുകളും അതോടൊപ്പം തന്നെ ഡ്രോണുകളും വിക്ഷേപിച്ചുകൊണ്ട് ഇറാൻ നേരത്തെ US അതോടൊപ്പം തന്നെ ഇസ്രയേലി നിലപാടുകൾക്കെതിരെ തിരിച്ചടിച്ചുവെന്ന് പ്രാദേശിക ഉദ്യോഗസ്ഥർ തന്നെ ഒരു സൂചന നൽകുന്നുണ്ട്. ഇറാന്റെ സുരക്ഷയ്ക്ക് നേതൃത്വം നൽകുന്ന മുതിർന്ന അംഗങ്ങളെല്ലാം വധിച്ചതായാണ് ഇസ്രയേലി പ്രതിരോധ സേന തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.